ഹലോ, നമുക്കിന്നൊരു ടോയ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ക്ലേ കൊണ്ടാണ് നമ്മൾ ഈ ടോയ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ക്ലേ കൊണ്ടാണെന്ന് കരുതിയിട്ട് ക്ലേ ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഇതേ ടോയ് നമുക്ക് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുമ്പോൾ തന്നെ പേപ്പർ കൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കൂടെ പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഈ ടോയ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതൊരു കുഞ്ഞു ടോയാണ്. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബോക്സിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ടോയ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതിങ്ങനെ കറക്കി ഒരു മുത്തൊക്കെ വെച്ചിട്ട് അത് സെൻറ്ററിൽ കൊണ്ടുവരുന്ന അതാണ് ആ സംഭവം. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ക്ലേ ഒക്കെ എടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലേ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് അതൊരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു മൂടി എടുത്തിട്ടുണ്ട്. അത് വെച്ചൊന്ന് അമർത്തിയിട്ട് നമുക്ക് അധികം വരുന്നതൊക്കെ ഇങ്ങ് റിമൂവ് ചെയ്ത് കളയാം. ഇനി നമ്മൾ പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം നമുക്ക് ഇതുപോലെ ബേസ് വേണ്ടത് ഒരു കട്ടിയുള്ള പേപ്പർ വേണം. നമുക്ക് കാർഡ്ബോർഡ് തന്നെ എടുക്കാം. അപ്പോൾ കാർഡ്ബോർഡ് എടുക്കാം. ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കണം. കാർഡ്ബോർഡ് ആണെങ്കിൽ പ്ലെയിൻ ആയിരിക്കണം. നമ്മൾ സാധാരണ കാർഡ്ബോർഡിൽ ചെറിയൊരു വരകളും കുഴികളൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. പ്ലെയിൻ ആയിട്ടുള്ള കാർഡ്ബോർഡ് നോക്കിയെടുക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴികളും മറ്റും ഉണ്ടെങ്കിൽ നമുക്കൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ കവർ ചെയ്ത് നീറ്റാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, പേപ്പർ ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലേ ആണെങ്കിൽ ഇതുപോലെ ബേസ് ആക്കി എടുക്കാം. അതിനുശേഷം ഇതുപോലെ കുറച്ച് പോർഷൻ ഇങ്ങനെ നീളത്തിൽ നമ്മൾ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കാം. പേപ്പർ ആകുമ്പം ഇങ്ങനെ നീളത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ കിടത്തി വെക്കാതെ ഇങ്ങനെ കുത്തനെ നമുക്കിങ്ങനെ വളച്ച് വെച്ച് കൊടുത്താൽ സെറ്റായി കിട്ടും. അപ്പോൾ ഈ ക്ലേ ചെയ്യുന്ന പോലെ തന്നെ പേപ്പർ കൊണ്ട് നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ടോയ് എന്താണെന്നുള്ളത്. ഇതേ നമ്മുടെ ടോയുടെ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പേപ്പർ ആണെങ്കിൽ നമ്മൾ ചെറുതായി മുറിച്ചിട്ട് ഇതുപോലെ ചെരിച്ച് നമ്മൾ ഇങ്ങനെ റൗണ്ടാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോന്നും ഗ്ലൂ തേച്ചിട്ട് വേണം പേപ്പർ ആണെങ്കിൽ വച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്ലേ ആണെങ്കിൽ ഇതുപോലെ വച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ അതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മുത്തിങ്ങനെ വെച്ചിട്ട് ഒന്ന് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കണം. കാരണം മുത്തിന് പോകാനുള്ള ഗ്യാപ്പ് അതിനുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി നോക്കണം. അതിന് ശേഷമാണ് ഇത് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ അമർത്തി കൊടുക്കേണ്ടത്. എങ്കിലാണ് ആ നടുവിൽ വെച്ച ആ ഒരു ക്ലേയുടെ സംഭവങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു മുത്ത് പോവാത്ത രീതിയിലുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വീതി കൂട്ടി കൊടുക്കണം. അതിന് പോകാനുള്ള വഴി കുറച്ചുകൂടെ റെഡിയാക്കി കൊടുക്കണം. നമ്മൾ അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വച്ച് അതൊന്നുകൂടെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ വെള്ളം കൂടി ആക്കി കഴിയുമ്പോഴത്തേക്കിലും ഉണങ്ങി കഴിയുമ്പം നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ അപ്ലൈ ചെയ്ത് ഒന്നുകൂടെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഉണങ്ങാൻ ഇത്തിരി സമയം എടുക്കും. ഒരു 5-6 മണിക്കൂർ നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണക്കിയെടുക്കാം. ഇതേ അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇത് ഉണങ്ങി സെറ്റാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഓറഞ്ച് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇത്തിരി വാർണിഷും കൂടി അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മുത്തൊക്കെ വെക്കുന്ന സമയത്ത് മുത്ത് ഇങ്ങനെ പെയിൻറ്റിൻ്റെ അകത്ത് ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. പെയിൻറ്റ് ഉണങ്ങിയാലും അതിനകത്ത് ചെറിയൊരു ഒട്ടലുണ്ടാവും. ആ ഒട്ടൽ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി വാർണിഷ് അതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ക്ലിയർ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്താൽ മതിയാവും. ഇനി വീണ്ടും കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് സൈഡ്സിൽ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ആ ക്ലേ നമ്മുടെ മുന്നേ ഉണ്ടാക്കിയ ആ ഒരു ഇതുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഫെവിക്കോൾ ഇങ്ങനെ സൈഡിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഇപ്പോൾ ഓൾറെഡി ഉറച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഒന്ന് ജോയിൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത് ചെയ്ത ക്ലേ ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചത്. ഇനി ഇതുപോലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അടപ്പെടുക്കുക. ഞാൻ പ്രിങ്കിൾസിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ അറ്റാച്ച് ചെയ്ത ആ ഒരു ക്ലേയുടെ മുകളിലായിട്ട് വച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് വീണ്ടും ഉണക്കാനായിട്ട് വെക്കുക. അങ്ങനെ നമ്മുടെ ടോയ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ദേ ഇങ്ങനെയാണ് നമ്മളെ ടോയ് ഉള്ളത്. ഈ ഒരു ടോയ് എല്ലാവരും കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇത് ഇങ്ങനെയാണ് കളിക്കേണ്ടത്. ഈ ഒരു മുത്ത് നമുക്ക് സെൻറ്ററിൽ കൊണ്ടുവരണം. ഇത് ഞാൻ വീഡിയോ സ്പീഡാക്കിയതാണ്. കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ കറക്കി മുത്ത് സെൻറ്ററിൽ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനോ. അടിപൊളി വീഡിയോയുമായി
നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.